ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു കിഴി പൊറോട്ട ഉണ്ടാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: പൊറോട്ട, ബീഫ് ഫ്രൈ, ബീഫ് കറി, തേങ്ങാപ്പാൽ, കുറച്ച് ഉള്ളി, കറിവേപ്പില, പിന്നെ വാഴയില. ആദ്യം നമുക്ക് ഈ വാഴയില ഒന്ന് വാട്ടിയെടുക്കാം. ഇപ്പം ഞാനിവിടെ ആ 2 ഇല ഇവിടെ ഒന്നിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ ഇല ആയതുകൊണ്ട് വാഴയില പൊട്ടാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു പൊറോട്ട വയ്ക്കാം. ഇനി അതിന് മേളിൽ കുറച്ച് ബീഫിൻ്റെ കറി, ഉള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, അതിന് മേളിൽ വീണ്ടും ഒരു പൊറോട്ട, അതിന് മേളിൽ കുറച്ച് ബീഫ് ഫ്രൈ, അതിന് മേളിൽ ഉള്ളി, കുറച്ച് കറിവേപ്പില, കുറച്ച് തേങ്ങാപ്പാൽ. അതിന് മേളിലൊരു പൊറോട്ട, അതിന് മേളിൽ കുറച്ച് ബീഫ് കറി. നമുക്കിത് ചിക്കനിലും ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം. ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടെങ്കിലും. ഇതിന് മേളിൽ ഒരു പൊറോട്ട ഇവിടെ. ഇനി ഇത് നമുക്ക് ഒരു കിഴി പോലെ കെട്ടിയെടുക്കാം. ഇനി നമുക്ക് വാഴയുടെ നാരോ അല്ലെങ്കിൽ ഒരു ചരടോ ഒക്കെ ഉപയോഗിച്ച് നമുക്കിതിനങ്ങ് കെട്ടിവെക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിനകത്തോട്ട് നമുക്ക് ഈ കിഴി ഇറക്കി വെക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ആവി കയറ്റിയെടുക്കാം. നമുക്ക് 2 രീതിയിൽ നമുക്കിത് ചെയ്യാം. ഒന്നുകിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ പാനിനകത്ത് വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇഡലി ഉണ്ടാക്കുന്ന സ്റ്റീമറിനകത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഏകദേശം 10 മിനിറ്റായിട്ട് ഇത് സ്റ്റീം ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി നമുക്കിതങ്ങ് എടുക്കാം. ഇനി നമുക്കൊരു സെർവിങ് ട്രേയിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ കിഴി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ട്രൈ ഇറ്റ് ആൻഡ് എൻജോയ്.